കേരളത്തിലുള്ള പോലീസുകാർ, രാഷ്ട്രീയക്കാർ, അങ്ങനെയുള്ള ഒരു തലമുറയിൽപ്പെട്ട ആളുകളെല്ലാം മോഹൻലാലായാലും മമ്മൂട്ടിയായാലും അവരുടെ ശബ്ദം, അവരുടെ നോട്ടം, അവരുടെ ചിരി, അവരുടെ മറ്റുള്ള മൈക്രോ എക്സ്പ്രഷൻസ് ഇതെല്ലാം അവരറിയാതെ പരിഭവപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇവർ സിനിമയിൽ അഭിനയിക്കുകയും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ അവരോട് കടന്നുപോവുകയും അതിൻ്റെ വൈകാരിക നിമിഷങ്ങളിൽ മാഞ്ഞുമറിയുകയും ഇതെല്ലാം അനുഭവിച്ച ഒരു തലമുറയാണ് കേരളത്തിലുള്ളത്. തനിക്കാകാൻ കഴിയാത്തത് അല്ലെങ്കിൽ താൻ ആകാൻ ആഗ്രഹിക്കുന്നത് ഇവരിലൂടെ പെർസീവ് ചെയ്യുന്നത് കൊണ്ടാണോ ഇങ്ങനൊരു അറ്റാച്ച്മെന്റ് തോന്നുന്നത്? അതുമുണ്ട്. അതുമല്ലാതെ തന്നെ മോഹൻലാലിനെ പറ്റി പറയുമ്പോൾ മോഹൻലാലിനുള്ള ഒരു ഫെമിനൈൻ ഒരു ആർക്കിടൈപ്പ് ആണ് ആളുടെ ഒരു സിനിമകളിലൊക്കെ വന്നിട്ടുള്ളത്. എന്ന് വെച്ച് വീട്ടിലെ ഒരാൾ, അയാളുടെ അയാളുടെ ഫ്ലോസുകൾ, ആളൊരു സൂപ്പർ ഒരു മാനായിട്ടല്ല, ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിംപ്ലിസിറ്റിയുള്ള, അപ്പോൾ എൻ്റെ വീട്ടിലെ ഒരാൾ എന്നൊരു ഫീൽ എന്ന് പറഞ്ഞ തരത്തിലേക്കാണ് ശരീരം അതിനെ പരിഭവപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. ഇതൊരു ബയോളജിക്കൽ അഡോപ്റ്റേഷനാണ്. അതെ, ഒരു അഡാപ്റ്റേഷനാണ്. ബയോളജിക്കലി വന്നിട്ടുള്ള അത് അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഓരോ മനുഷ്യരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആളുകൾ കുറേ ആളുകളിൽ ഇവർ സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നും. മാനറിസം എല്ലാം വരും. അത് ഇപ്പോൾ പോലീസുകാരിലും എല്ലാവരും കാണും, രാഷ്ട്രീയക്കാരിലും എല്ലാവരും കാണും.